Okay, next we have ANOVA models, which means analysis of variance. Clear? ANOVA means analysis of variance. Here we have two models. First one is one-way classification model and two-way classification model. First, we are going to discuss about one-way classification model. In one-way classification model, the data are classified according to only one criterion. ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ച് നമ്മൾ ഡാറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വൺ വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. സപ്പോസ് വി ഹാവ് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ഓഫ് N1 N2 എക്സെട്ര N2 ഒബ്സർവേഷൻ ഫ്രം K പോപ്പുലേഷൻസ്. ഒരു K പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്തു N1 ഒബ്സർവേഷൻ N2 ഒബ്സർവേഷൻ സാമ്പിൾ സൈസ് N1 N2 എക്സെട്ര Nk വരുന്ന നമ്മൾ K സാമ്പിൾസ് നമ്മൾ ചൂസ് ചെയ്തു. The population means are denoted by mu1, mu2, etc. mu k. ഓരോന്നിൻ്റെയും population means പറഞ്ഞാലും mu1, mu2, etc. mu k ആണ്. The one-way analysis of variance, that is ANOVA, is designed to test the null hypothesis H0 mu1 equal to mu2 equal to etc. equal to mu k. That is the arithmetic mean of the population from which the K samples are randomly drawn are equal to one another. എല്ലാ എന്താണ് മീൻസും ഈക്വൽ ആണോ അല്ലെന്നാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എഗനസ്റ്റ് അതിൻ്റെ എല്ലാ എന്നുള്ളതിന് ലോങ് ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്യാരിയിങ് ഔട്ട് ദി വൺ വേ ക്ലാസിഫിക്കേഷൻ വരുന്ന കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദി വേരിയൻസ് ബിറ്റ്വീൻ ദി സാമ്പിൾസ്. സാമ്പിൾസുകൾ ബിറ്റ്വീൻ ഉള്ള വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. Sum of squares is a measure of variation. The sum of squares between samples is denoted by SSC. Sum of samples between sum of squares between samples sum of squares. The steps in calculating variance between samples will be, first one, calculate the mean of each samples. That is നമ്മുടെ സാമ്പിൾ N1 N2 etc. Nk samples നമ്മൾ ചൂസ് ചെയ്തതിൽ N1ൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ x1 ബാർ x2 ബാർ etc. xk ബാർ റെസ്പെക്റ്റീവ്ലി N1 N2 etc. Nk സാമ്പിൾസ് നമ്മൾ എടുക്കുന്നതിന് ഓരോന്നിൻ്റെ സാമ്പിൾസ് നമ്മൾ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് ദി ഗ്രാൻഡ് ആവറേജ് എക്സ് ബാർ ബാർ. അതായത് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ മീനുകളുടെ എല്ലാത്തിൻ്റെയും മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ബാർ ബാർ ഈക്വൽ ടു x1 ബാർ പ്ലസ് x2 ബാർ പ്ലസ് എക്സെട്ര പ്ലസ് xk ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര Nk. Third one, take the difference between the means of various samples and the അതിൻ്റെ ഗ്രാൻഡ് ആവറേജും അതിൻ്റെ മീൻസും തമ്മിലുള്ള എന്ത് ചെയ്യുക, ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. Then next one, square those deviations and obtain the total, which will give some squares between the samples and divide the total obtained by the degrees of freedom. The degrees of freedom will be 1 less than the number of samples. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സ്ക്വയർ ദസ് ഡീവിയേഷൻ, മുകളിലെ ഡീവിയേഷൻ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക ടോട്ടൽ which give the sum squares between the samples and the score and divide the total obtained by the degrees of freedom. അതിൻ്റെ എല്ലാത്തിനും സ്ക്വയർ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, സാമ്പിൾ സൈസിനേക്കാളും ഒന്ന് ലെസ് ദാൻ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദി വേരിയൻസ് വിത്തിൻ ദി സാമ്പിൾ. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് വേരിയൻസ് ബിറ്റ്വീൻ ദി സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ദി വേരിയൻസ് വിത്തിൻ ദി സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, റേഷ്യോ എടുക്കുകയാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. So the variance sum of squares within the sample measure those inter-sample difference that arises due to the chance only. It denoted by SSE, that is sum of squares within the sample. The steps in calculating variance within the samples will be calculate the mean of each samples. First step ആണ് ഓരോ സാമ്പിൾസിൻ്റെ മീൻ കാൽക്കുലേറ്റ്, that is x1 bar x2 bar etc. xk bar കാൽക്കുലേറ്റ് ചെയ്യാം. Take the deviation of each of the variance items in a sample from the mean values of the respective sample. ഡീവിയേഷൻ കണ്ടുപിടിക്കുക, ഓരോന്നിൻ്റെ റെസ്പെക്റ്റീവ് സാമ്പിൾസ് അനുസരിച്ച് അതിൻ്റെ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്ക്വയർ ദീസ് ഡീവിയേഷൻസ് ആൻഡ് ഒബ്റ്റെയിൻ ദി ടോട്ടൽ വിച്ച് ഗിവ്സ് ദി SSE. അതിനെന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, അതായിരിക്കും അതിൻ്റെ SSE ആണ്, സം ഓഫ് സ്ക്വയർസ് വിത്തിൻ ദി സാമ്പിൾ. ഡിവൈഡ് ദിസ് ടോട്ടൽ ഒബ്റ്റെയിൻ ഇൻ സ്റ്റെപ്പ് C ബൈ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ കിട്ടിയിട്ട് ടോട്ടൽ എന്ത് ചെയ്യുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. Then third one, calculate the F ratio. F distribution ആണ് നമ്മൾ ANOVA table അല്ലെങ്കിൽ ANOVA model നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ F ഈക്വൽ എന്താണ്, വേരിയൻസ് ബിറ്റ്വീൻ ദി സാമ്പിൾസ് ഡിവൈഡഡ് ബൈ വേരിയൻസ് വിത്തിൻ ദി സാമ്പിൾ, ഓർ F ഈക്വൽ ടു S1 സ്ക്വയർ ബൈ S2 സ്ക്വയർ. നമ്മൾ വിത്തിൻ ദി സാമ്പിൾ ബിറ്റ്വീൻ ദി സാമ്പിൾസ് നമ്മൾ റേഷ്യോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ റേഷ്യോ എടുത്ത് നമുക്ക് എന്ത് കിട്ടും, F റേഷ്യോ കിട്ടും. Then fourth one, compare the calculated value of F. നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ട്, നമ്മൾ ടേബിൾ വാല്യൂ കമ്പയർ ചെയ്യുക. ക്രിട്ടിക്കൽ റേഞ്ചിലാണ് നമ്മൾ എന്തിനാണ് റിജക്റ്റ് ചെയ്യണം, അതർവൈസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ്.
Compare the calculated value of f within the tabbed value for sufficient level of significance or degrees of freedom and make a conclusion. Okay. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, അപ്പം ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾ, ആസ് ഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ കൺസ്യൂമേഴ്സ് റിസർച്ച് ഓർഗനൈസേഷൻ യു ഹാവ് റെസ്പോൺസിബിലിറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കമ്പയറിംഗ് lifetime of a light bulb for 4 brands of bulbs. Suppose you test the lifetime of 3 bulbs of each of the 4 brands. Your test data are shown below. Each entry represents the lifetime of bulb measured in hundreds of hours. Can we infer that the mean lifetime of the 4 brands are equal? നമ്മൾ 4 brands of bulbs, ഓരോ ബ്രാൻഡിൽ നിന്ന് 3 ബൾബുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തു. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? മീൻ ലൈഫ് ടൈം ഓഫ് ദ 4 ബൾബ്സ് ആർ ഈക്വൽ ആണല്ലോ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ ബ്രാൻഡ് എ ബി സി ഡി എടുത്തു. ബ്രാൻഡ് എക്ക് റെസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 3 ബൾബ് എടുത്തപ്പോൾ ലൈഫ് ടൈം ആയി 2019 21 ആണ്. ബ്രാൻഡ് ബി 25 23 21, ബ്രാൻഡ് സിൻ്റെത് 24 20 22 ആണ്. ബ്രാൻഡ് ഡിയുടേത് 23 20 20 ആണ്. ഓക്കെ. സോ നമ്മൾ ആദ്യം ഹൈപ്പോത്തസിസ് ഇവിടെ ഡിഫൈൻ ചെയ്യണം. ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് ദാറ്റ് ദ ആവറേജ് ലൈഫ് ടൈം ഓഫ് ദി 4 ബ്രാൻഡ്സ് ഓഫ് ബൾബ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എച്ച് നോട്ട് μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3 ഈക്വൽ ടു μ4 നമ്മൾ എടുക്കുക. എഗനിസ്റ്റ് അത് ഈക്വൽ അല്ല എന്നുള്ളതിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ലെറ്റ് x1 ബാർ x2 ബാർ x3 ബാർ x4 ബാർ ഡിനോട്ട് ദ മീൻ ഓഫ് ബ്രാൻഡ് എയുടെയും ബ്രാൻഡ് ബിയുടെയും ബ്രാൻഡ് ഡിയുടെയും മീൻ ലൈഫ് ടൈം ആണ് x1 ബാർ x2 ബാർ x3 ബാർ x4 ബാർ. Then x bar bar is overall grand mean ആണ്. സോ x1 x2 x3 x4 നമ്മൾ എടുത്തു. ഇവിടെ x4 ആണ്. x1ൻ്റെ മീൻ നമ്മൾ കഴിച്ചു. ഇത് ടോട്ടൽ സം എടുക്കുക 20 + 19 + 21. അതിൻ്റെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് x1 ബാർ ഈക്വൽ ടു 20 കിട്ടും, x2 ബാർ ഈക്വൽ ടു 23 കിട്ടും, x3 ബാർ ഈക്വൽ ടു 22 കിട്ടും, x4 ബാർ ഈക്വൽ ടു 21 കിട്ടും. സോ ഓരോ ബ്രാൻഡിൻ്റെയും ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഗ്രാൻഡ് ആവറേജ് x ബാർ ഈക്വൽ ടു x1 ബാർ പ്ലസ് x2 ബാർ പ്ലസ് x3 ബാർ പ്ലസ് x4 ബാർ ഡിവൈഡഡ് ബൈ 4 ആണ്. ദാറ്റ് ഈസ് 20 + 23 + 22 + 21 ഡിവൈഡ് ബൈ 4, ദാറ്റ്സ് ഈക്വൽ ടു 21.5 കിട്ടി. ദെൻ ദ വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ബിറ്റ്വീൻ സാമ്പിൾസ് കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യം ഓരോന്നിനും ഈച്ച് എന്താണ് സാമ്പിൾസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രാൻഡ് ആവറേജ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ് ഉണ്ടായിരുന്നത്? സോ എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായി. സോ എക്സ് ബാർ ഈക്വൽ 20 23 22 21 ആണ്. എക്സ് ബാർ മൈനസ് എക്സ് ബാർ ബാർ, അതായത് നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ ഡിഫറൻസ് എടുക്കുക. സോ 20 - 21.5, 20 - 23 - 21.5, അങ്ങനെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറൻസ് നമ്മൾ എടുക്കുക. ഓക്കെ. സോ എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഓരോന്നിൻ്റെയും എന്താണ് എക്സ് ബാർ നമുക്ക് ആവശ്യമുണ്ട്. സോ -1.50 -1.50 0.50 ഓക്കെ, -0.50. ദെൻ എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. അതിൻ്റെ സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് 2.25 0.25 ടോട്ടൽ എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ടോട്ടൽ ഈക്വൽ ടു 5 നമുക്ക് കിട്ടി. ഓക്കെ. സോ നെക്സ്റ്റ് എക്സ് സ്ക്വയർ, അതായത് എല്ലാത്തിൻ്റെയും ഇത് കണ്ടുപിടിക്കുക. സോ വി ഗെറ്റ് സമ്മേഷൻ എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഓക്കെ, 1 minute, x bar whole square equal to summation x bar minus x bar whole square by n minus 1 ആണ്. സോ 5/3 വരും. സമ്മേഷൻ എക്സ് ബാർ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 5 ആണ്. സോ അതിനെ n-1 ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 5/3. ബട്ട് എക്സ് ബാർ ഈക്വൽ ടു sigma/√10 ഓർ sigma square ഈക്വൽ ടു n dash into x bar whole square, that's equal to 3 into 5/3, that's equal to 5. So sigma square equal to 5 നമുക്ക് കിട്ടി. Here n dash denote the sample size and not the number of samples. സാമ്പിൾ സൈസ് ആണ് n dash ആണ്. സോ ഓരോ സാമ്പിൾസിൽ നിന്നും 3 ബൾബാണ് നമ്മൾ ചൂസ് ചെയ്യുക. സോ അതാണ് 3 കൊടുത്തിട്ടുള്ളത്. Therefore our first estimate of the population variance is based on the variance between the samples mean and is given by S1 square ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത്, that's equal to 5. Then within the sample നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ ബ്രാൻഡ് എ, ബ്രാൻഡ് ബി, ബ്രാൻഡ് സി, ബ്രാൻഡ് ഡി. ബ്രാൻഡ് എയുടെ നമ്മൾ 3
ഇതെടുത്തിട്ടുണ്ട് ബൾബസ്. സോ 20, 19, 20. സോ അതിൻ്റെ ടോട്ടൽ പറഞ്ഞാൽ 16 വരും. സോ എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 60. ഇതിൻ്റെ ഫസ്റ്റത്തെ ആവറേജ് കണ്ടുപിടിക്കണം. സോ ബ്രാൻഡ് എ എക്സ് ബാർ ഈക്വൽ ടു 60/3 ആണ് 20 വരും. സോ എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0, 1, 2, 3 വരും. സോ സാമ്പിൾ വേരിയൻസ് ഈ ബ്രാൻഡ് എക്ക് കറസ്പോണ്ടിങ് ആയുള്ള സാമ്പിൾ വേരിയൻസ് S1 സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n മൈനസ് 1. സമ്മേഷൻ എക്സ് ബാർ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0, 1, 1 ആണ്. അതിൻ്റെ ടോട്ടൽ സമ്മൻ 2 വരും. സോ 2/n മൈനസ് 1. n is equal to 3 ആണ്. 2/2 is equal to 1 വരും. അതേപോലെ ബ്രാൻഡ് ബിയുടെ ടോട്ടൽ 69 ആണ്. സോ എക്സ് ബാർ അതിൻ്റെ മീൻ ഈക്വൽ ടു 23 വരും. സോ എക്സ് ബാർ ഈക്വൽ ടു 23. സോ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 23 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 404 റെസ്പെക്റ്റീവ് വരും. സോ അതിൻ്റെ ടോട്ടൽ സം ഈക്വൽ ടു 8 വരും. സോ ബ്രാൻഡ് ബിക്ക് റെസ്പോണ്ടിങ് ആയുള്ള സാമ്പിൾ വേരിയൻസ് നമ്മൾ S2 സ്ക്വയർ ആയിട്ട് ചൂസ് ചെയ്തത് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 8/2 ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 4 വരും. അതേപോലെ ബ്രാൻഡ് സിയും ബ്രാൻഡ് ഡിയും കാൽക്കുലേറ്റ് ചെയ്യുക. ബ്രാൻഡ് സിൻ്റെ ടോട്ടൽ പറഞ്ഞാൽ 66 വരും. സോ അതിൻ്റെ ആവറേജ് 66/3 നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 21 വരും. സോ 21 ആണ് അതിൻ്റെ ആവറേജ് എങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നോക്കൂ ഇതിന് 24 മൈനസ് 21 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. ഇവിടെ 20 മൈനസ് 21 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ആ രൂപത്തിൽ എന്ത് ചെയ്യുക അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. സോ വി ഗെറ്റ് 440 ദാറ്റ്സ് ടോട്ടൽ ഈക്വൽ ടു 8 വരും. ഓക്കെ. സോ ബ്രാൻഡ് ഡിയുടെ അതുപോലെ തന്നെയാണ് എക്സ് ഇസ് ഈക്വൽ ടു 23, 20, 20 വരും. സോ അതിൻ്റെ ആവറേജ് 63/3 വരും. 63/3 എന്ന് പറഞ്ഞാൽ 21. സോ ഇതാണ് ബ്രാൻഡ് ഡിയുടെ ആണ് 21, മറ്റേ 22 ആണ്. ഓക്കെ സോറി ഇവിടെ 20 ഇതിൻ്റെ ആവറേജ് 22 ആണ് വരിക. സോ ഇവിടെ 21. സോ അതിൻ്റെ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 6. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S1 അതിൻ്റെ സാമ്പിൾ വേരിയൻസ് കണ്ടുപിടിക്കുക. സോ ബ്രാൻഡ് സിക്ക് കറസ്പോണ്ടിങ് ആയ സാമ്പിൾ വേരിയൻസ് S3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8/2 ദാറ്റ്സ് ഈക്വൽ ടു 4 വരും. ബ്രാൻഡ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S4 സ്ക്വയർ സാമ്പിൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു 6/2 ദാറ്റ്സ് ഈക്വൽ ടു 3 വരും. സോ നമ്മൾ ബ്രാൻഡ് എ, ബ്രാൻഡ് ബി, ബ്രാൻഡ് സി, ബ്രാൻഡ് ഡി ഓരോന്നിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ സാമ്പിൾ വേരിയൻസ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ദെർഫോർ ദ പൂൾഡ് എസ്റ്റിമേറ്റ് S സ്ക്വയർ ഈസ് ഗിവൺ ബൈ അല്ല ടോട്ടൽ സാമ്പിൾ വേരിയൻസ്. സോ S1 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ പ്ലസ് S3 സ്ക്വയർ ബൈ plus S4 square by 4 that's equal to S square that's equal to 1 plus 4 plus 4 plus 3 divided by 4 that's equal to 3 വരും. Thus the second estimate of the population variance is based on within the sample is given by ഇതാണ് നമ്മുടെ within the samples-ൻ്റെ sum of square that's equal to S2 square equal to 3 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. Therefore the F ratio രണ്ട് നമ്മൾ റേഷ്യോ എടുക്കുക. സോ F equal to S1 square by S2 square ഇത് between the sample നമ്മൾ ഡിവൈഡ് ചെയ്ത് that's equal to 5/3 that's equal to 1.67. സോ നമ്മുടെ F ratio equal to 1.67 ആണ്. ഇനി നമ്മളുടെ ടേബിൾ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വിത്തിൻ ദി സാമ്പിളും ബിറ്റ്വീൻ ദി സാമ്പിൾസ് രണ്ടിൻ്റെ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സോ ഫ്രം ദി F ടേബിൾ ദ വാല്യൂസ് ഓഫ് F ഫോർ 380 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് 4.07 ആണ് വരിക. സോ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സൈസ്. ടോട്ടൽ എത്ര ബ്രാൻഡ് ഉണ്ടായിരുന്നു? 4 ബ്രാൻഡ്സ്. സോ അതാണ് 4 - 1 3 വരും. ദെൻ ടോട്ടൽ സാമ്പിൾ സൈസ് എത്രയായിരുന്നു? 4 ബ്രാൻഡ് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, 12. ഓക്കെ. സോ ഓക്കെ ഇവിടെ 3 വന്നത് നമ്മുടെ 4 - 1 ആണ്. 8 വന്നത് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ 12 ആണ്. അതിന് എന്ത് ചെയ്യുക? 4 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് കോളമാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് C-1 കോളത്തിൻ്റെ എണ്ണം നിന്ന് 1 മൈനസ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ എണ്ണത്തിൽ നിന്ന് കോളം മൈനസ് ചെയ്യുക. ടോട്ടൽ പറഞ്ഞാൽ എത്ര സാമ്പിൾസ് ഉണ്ടായിരുന്നു? 12 ആണ്. 12 - 4 വരും. സോ ദാറ്റ്സ് ഈസ് 8 വരും. സോ F ഫോർ 380 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വാല്യൂ ഈക്വൽ ടു 4.07 ആണ്. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ്. സോ computed value is less than the table value, so we accept H0. Hence the difference in significant, and we can infer that the average lifetime of 4 brands or bulbs are equal നമുക്ക് പറയാൻ പറ്റും.
സോ നെക്സ്റ്റ് നമുക്ക് അനോവ ടാബിളാണ്, അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ ഒരു ടാബിളാണ്. ഈ ടാബിൾ നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പം പറഞ്ഞ എല്ലാ പ്രൊസീജിയറും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് വേരിയൻസ് ആയിട്ട് നമ്മൾ എടുക്കുക എത്രയാണ്, ബിറ്റ്വീൻ ദി സാമ്പിൾസും വിത്തിൻ ദി സാമ്പിൾസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബിറ്റ്വീൻ ദി സാമ്പിൾസിന് സം ഓഫ് സ്ക്വയർ നമ്മൾ ഡിനോട്ട് ചെയ്യുക SSC ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് നമ്മൾ C-1, അതായത് കോളംസ് എത്ര ഉണ്ടായിരുന്നു 1 മൈനസ് ചെയ്യുക. മീൻ ഓഫ് സ്ക്വയേഴ്സ് അത് MSC, മീൻ സ്ക്വയേഴ്സ് ദാറ്റ് ഈസ് SSC ഡിവൈഡ് ബൈ C-1 ആണ് മീൻസ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വിത്തിൻ ദി സാമ്പിൾസ് നമ്മൾ ഡിനോട്ട് സം ഓഫ് സ്ക്വയർ ഡിനോട്ട് SSE ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ N-C. സോ അതിൻ്റെ മീൻ സ്ക്വയർ ആണ് MSC is equal to SSC ഡിവൈഡ് ബൈ N-C. സോ എഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ MSC ഡിവൈഡ് ബൈ MSE ആണ്. സോ ടോട്ടൽ പറഞ്ഞാൽ SST ആണ്, ദാറ്റ്സ് ഈക്വൽ ടു N-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അതിൻ്റെ വരിക. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ അനോവ ടേബിൾ അവിടെ വരയ്ക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം അനോവ ടേബിൾ. സോ നെക്സ്റ്റ് നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തഡാണ്. എന്താണ് അനാലിസിസ് ഓഫ് വേരിയസ് വൺ വേ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ സാധനം നമ്മൾ ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പോവാണ്. To use ANOVA table, it is convenient to use the shortcut computation formula. The steps are: assume the mean of the population from which k samples are randomly drawn are equal. എല്ലാത്തിൻ്റെ സാമ്പിൾ സൈസ് ഈക്വൽ നമ്മൾ അസ്യൂം ചെയ്യാം. Compute the mean squares between the samples MSC and the mean squares within the samples MSE. MSCയും MSEയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. For calculating MSC and MSE, we have the following some steps. That is total sum of total observation in row and columns നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. റോയ്സിലും കോളംസിലും എല്ലാത്തിൻ്റെ ടോട്ടൽ T നമ്മൾ കണ്ടുപിടിക്കുക. SST മീൻസ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷൻ്റെയും സമ്മിൻ്റെ സ്ക്വയർ അതിനെന്ത് ചെയ്യാം -T² ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും T² N ആണ്. T²/N നമ്മൾ എന്ത് വിളിക്കുക, കറക്ഷൻ ഫാക്ടർ എന്നാണ് വിളിക്കുക. സോ SST എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ ചെയ്യുക, അതിനെ സം ചെയ്യുക -T²/N. SSC എന്ന് പറഞ്ഞാൽ സമ്മേഷൻ x1² / n1 + സമ്മേഷൻ x2² / n2 + എക്സെട്ര -T²/N. ഇവിടെ സമ്മേഷൻ x1² പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ സമ്മ് അതിനെ സ്ക്വയർ ചെയ്യുക ഡിവൈഡ് ബൈ n1, സെക്കൻഡ് കോളത്തിൻ്റെ ടോട്ടൽ സമ്മ് അതിനെ സ്ക്വയർ ചെയ്യുക ഡിവൈഡ് ബൈ n2 എക്സെട്ര. അതിന് എന്ത് ചെയ്യുക T²/N-A. T²/N ആണ് എന്താണ് കറക്ഷൻ ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ദെൻ SSE എന്ന് പറഞ്ഞാൽ SSTയിൽ നിന്ന് SSC മൈനസ് ചെയ്യുക, അത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ -T²/N നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്യുക SSC മൈനസ് നമുക്ക് SSE കിട്ടും. ദെൻ MSC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു SSC ഡിവൈഡ് ബൈ N-1 ആണ്. MSE എന്ന് പറഞ്ഞാൽ SSC ഡിവൈഡ് ബൈ N-C ആണ്. നോവ ടേബിൾ നോക്കുക. ദെൻ കാൽക്കുലേറ്റ് ദി എഫ് റേഷ്യോ. എഫ് റേഷ്യോ പറഞ്ഞാൽ MSCയും MSEയും തമ്മിലുള്ള റേഷ്യോ ആണെന്ത് എഫ് റേഷ്യോ എന്ന് പറഞ്ഞു. ദെൻ ഒബ്റ്റെയിൻ ദി ടേബിൾ വാല്യൂ ഓഫ് എഫ്. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ C-1 N-C ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുക ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുക. അത് ക്രിട്ടിക്കൽ റീജിയനിലാണെങ്കിലാണ് ആക്സെപ്റ്റ് ചെയ്യണം, അതർവൈസ് അത് നമ്മൾ എന്ത് ചെയ്യണം ക്രിട്ടിക്കൽ റീജിയനാണ് റിജക്റ്റ് ചെയ്യണം, അതർവൈസ് നമ്മൾ എന്ത് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യണം. സോ ഇത്രയും സ്റ്റെപ്സാണ് മെയിനായിട്ട് അതിൽ നമ്മൾ നോക്കി വെക്കേണ്ട സാധനങ്ങൾ. സോ T കണ്ടുപിടിക്കുക, SST കണ്ടുപിടിക്കുക, SSC കണ്ടുപിടിക്കുക, SSE കണ്ടുപിടിക്കുക. സോ SSTയും SSCയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം T²/N ആവശ്യമുണ്ട്. സോ T ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബിലോ വി ആർ ഗിവൺ ദ yield in kilogram per acre for 5 trials plots of 4 varieties of treatment. 4 varieties of treatment 5 പ്ലോട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലോട്ട്സ് നമ്പർ 1, 2, 3 എക്സെട്ര 5 വരെ തന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് 1, 2, 3, 4 ദാറ്റ് ഈസ് പ്ലോട്ട് 1ൽ ട്രീറ്റ്മെൻറ്റ് 1ന് 42, ട്രീറ്റ്മെൻറ്റ് 2 48, 68, 80. അതേപോലെ പ്ലോട്ട് 2ൽ 50, 66, 52, 94 റെസ്പെക്റ്റീവ്ലി. പ്ലോട്ട് 3ൽ 62, 68, 76, 78 ആൻഡ് പ്ലോട്ട് 4ൽ 34, 78, 64, 82. പ്ലോട്ട് 5 52, 70, 70, 66 റെസ്പെക്റ്റീവ്ലി. carry out an analysis of variance and states your conclusion. നമുക്കൊരു അനാലിസിസ് ഓഫ് വേരിയൻസ് ഇവിടെ അനോവ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണം, എന്നിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്താനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നമ്മളുടെ ഇപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാം. സോ ആദ്യം എന്താണ് എന്തൊക്കെയാണോ ഷോർട്ട് കട്ട് മെത്തേഡിൽ വരുന്ന ആ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. സോ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ MSC വേണം, MSE വേണം. MSE കണ്ടുപിടിക്കണമെങ്കിൽ SSC വേണം,
എൻ മൈനസ് സി വേണം. എം എസ് സി കണ്ടുപിടിക്കണമെങ്കിൽ എസ് എസ് സി വേണം, എൻ മൈനസ് വേണം. എം എസ് ഇ കിട്ടണമെങ്കിൽ എസ് എസ് ഇ വേണം നമ്മൾ പറഞ്ഞു. എസ് എസ് സി കിട്ടണമെങ്കിൽ എസ് എസ് ടിയും വേണം, എസ് എസ് സിയും വേണം. സോ എസ് എസ് ടി കിട്ടണമെങ്കിൽ എസ് എസ് ഇ കിട്ടണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ കണ്ടുപിടിക്കുക. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇതാണെന്ന് ഓർത്ത് വെക്കാം. അതിൽ വരുന്ന സാധനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക ബാക്കിലേക്ക് പഠിച്ചു പോയാലും മതി. ഓക്കെ, സോ നമ്മൾ ആ ടേബിൾ ആ വാല്യൂസ് നമ്മൾ x1 x2 x3 x4 ആക്കി മാറ്റി 4 ട്രീറ്റ്മെൻറ്റ്സിന്. x1 ഈക്വൽ ടു ട്രീറ്റ്മെൻറ്റ് 1 42 50 62 34 62 34 ആക്കി 34 52 ആക്കി മാറ്റി നമ്മൾ പ്ലോട്ട് 1 സോറി ട്രീറ്റ്മെൻറ്റ് 1 x2 നമ്മൾ ട്രീറ്റ്മെൻറ്റ് 2 ആയിട്ട് x3 ട്രീറ്റ്മെൻറ്റ് 3 ആയിട്ട് x4 ട്രീറ്റ്മെൻറ്റ് 4 ആയിട്ട് x1ൻ്റെ ടോട്ടൽ സമ്മ് 240 x2ൻ്റെ 330 x3ൻ്റെ 330 x4ൻ്റെ 400. ഓക്കെ, സോ ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ആണ്. എല്ലാ ഒബ്സർവേഷൻസിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് 42 + 48 + 68 + 80 + എക്സെട്ര. അത് പറഞ്ഞാൽ ഇത് നമുക്ക് ആഡ് ചെയ്താലും മതി. സോ വി ഗെറ്റ് 1300 വരും എന്ത് ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് കറക്ഷൻ ഫാക്ടർ എന്താണ്? T²/n ആണ്. ടി എന്ന് പറഞ്ഞാൽ 1300 ആണ്. സോ 1300² n 20 ടോട്ടൽ സാമ്പിൾസ് 20 ആണ്. സോ 84500 ആണ് എന്ത് വരിക അതിൻ്റെ കറക്ഷൻ ഫാക്ടർ വരിക. സോ എസ് എസ് ടി നെക്സ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് എസ് എസ് ടി എന്തായിരുന്നു? സം ഓഫ് സ്ക്വയർസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് T²/n. എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സ്ക്വയർ ചെയ്യുക, അതിനെ സം ചെയ്യുക എന്ന് T²/n മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 42² + 50² + എക്സെട്ര + 66² മൈനസ് 84500. ദാറ്റ്സ് ഈക്വൽ ടു 4236 നമുക്ക് എസ് എസ് ടി കിട്ടും. എസ് എസ് സി എന്തായിരുന്നു? ഓരോ കോളംസിൻ്റെയും സം എടുക്കുക, അതിനെ സ്കോർ ചെയ്യുക, അതിൻ്റെ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ സം ചെയ്യുക, അതിന് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് സമ്മേഷൻ x1² n1 + സമ്മേഷൻ x2² n2 + എക്സെട്ര മൈനസ് T²/n ആണ്. സമ്മേഷൻ x1 സമ്മേഷൻ x2 സമ്മേഷൻ x3 സമ്മേഷൻ x4 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 240² 5 + 330² 5 + 330² 5 + 400² 5 മൈനസ് 8450 ഓക്കെ 00 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 87080 മൈനസ് 84500. ദാറ്റ്സ് ഈക്വൽ ടു 2580. ദാറ്റ് ഈസ് എസ് എസ് ടി നമുക്ക് കിട്ടി. എസ് എസ് സിയും എസ് എസ് ടിയും കിട്ടിയാൽ എസ് എസ് ഇ ഈക്വൽ ടു എസ് എസ് ടി മൈനസ് എസ് എസ് സി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1656 വരും. സോ എസ് എസ് ഇ കിട്ടി, എസ് എസ് സി കിട്ടി. ദെൻ വി ഹാവ് എം എസ് സി ആൻഡ് എം എസ് ഇ. എം എസ് ഇ ഈക്വൽ ടു എന്താണ്? എസ് എസ് സി ഡിവൈഡ് ബൈ സി മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 2580 ഡിവൈഡ് ബൈ 3. ദാറ്റ്സ് ഈക്വൽ ടു 860. എം എസ് സി ഈക്വൽ ടു എസ് എസ് ഇ ഡിവൈഡ് ബൈ എൻ മൈനസ് സി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2580 ഡിവൈഡ് ബൈ 20 മൈനസ് 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു 103.5 വരും. സോ എം എസ് സി കിട്ടി, എം എസ് ഇയും കിട്ടി. സോ എഫ് ഈക്വൽ ടു എന്ത് വരും? എം എസ് സി ഡിവൈഡ് ബൈ എം എസ് സി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 86 ഡിവൈഡ് ബൈ 103.5. ദാറ്റ്സ് ഈക്വൽ ടു 8.3. ഇതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് എഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? C - 1 n - c ആണ്. C എന്ന് പറഞ്ഞാൽ 4 ആണ്, n എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 4 - 1 3 വരും, 20 - 4 ആണ് 60 വരും. സോ 360 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ 5% ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക, നമ്മുടെ വാല്യൂ ആയിട്ട് കമ്പയർ. സോ 360 കറസ്പോണ്ടിങ് ആയിട്ട് 5% ഓഫ് ലിവൽ സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വാല്യൂ ഈക്വൽ ടു 3.24 ആണ്. സോ നമുക്കിവിടെ കിട്ടിയ വാല്യൂ എത്രയാണ്? 8.3 ആണ് അല്ലേ? 8.3. സോ നമ്മളുടെ 8.3യും ഇവിടെ കിട്ടിയ 3.24 നമ്മുടെ ടേബിൾ വാല്യൂവിനേക്കാളും എത്രയോ വലുതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. സോ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എഫ് ഈസ് മോർ ദാൻ ദി ടേബിൾ വാല്യൂ. ദസ് ദ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. ദാറ്റ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഡു നോട്ട് ഹാവ് ദി സെയിം എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എല്ലാ സാധനങ്ങളുടെയും ടേബിൾ അനോവ ടേബിളിലേക്ക് മാറ്റുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, സോ സോഴ്സ് ഓഫ് വേരിയൻസ് ബിറ്റ്വീൻ ദി സാമ്പിൾസ് വിത്തിൻ ദി സാമ്പിൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർസ് എസ് എസ് സി എടുത്ത് ചെയ്താൽ എസ് എസ് ഇ എടുത്ത് ചെയ്താൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് എടുത്ത് ചെയ്താൽ മീൻ സ്ക്വയർ എം എസ് സിയും എം എസ് ഇയും എടുത്ത് ചെയ്താൽ സോ അതിൻ്റെ വേരിയൻസ് നമുക്ക് എഫ് റേഷ്യോ 8.3. അപ്പോൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ ഒറ്റ ടേബിൾ വിച്ച് മീൻസ് അനോവ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ദെൻ കോഡിംഗ് മെത്തേഡ്. കോഡിംഗ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ വാല്യൂസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസിന് ചില കോഡ്സ് നമ്മൾ കൊടുക്കുക, എന്നിട്ട് ഇപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് വേരിയൻസ്.
ratio of the f coefficient that values does not change if all the items values are either multiplied or divided by common figures, or if common figures if either added or subtracted from each of the given items. വാല്യൂസ് വലിയ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് എല്ലാത്തിനും ഒരു വാല്യൂ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും കോമൺ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ചെറിയ വാല്യൂസിലേക്ക് മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് കോഡിംഗ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് സ്പെഷ്യലി when given figures are converted within the help of some common figures or the common factor. Then all the steps of the shortcut method outlined above may be adopted for obtaining and interpreting the variance ratio. അപ്പം കോഡിംഗ് മെത്തേഡിൽ നമ്മൾ ആ ഒരു കോമൺ ആയിട്ടൊരു ഓപ്പറേഷൻ അവിടെ ചെയ്യണം, എന്നിട്ട് അതിനെ സ്മോൾ വാല്യൂസ് ആക്കി മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ എന്താണ് നമ്മളുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓൺസെമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കമ്പയറിംഗ് ദി ലൈഫ് ടൈം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 ബ്രാൻഡ് ഉണ്ടായാലും ഈച്ച് 3 ഓരോ ബ്രാൻഡിൽ നിന്നും 3 ബഡ്സുകൾ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ബ്രാൻഡ് ABC, A brand 2019 21, brand B 25 23 21 24 20 22 ആണ് ബ്രാൻഡ് C. ബ്രാൻഡ് D ആണ് 23 20 20. നേരത്തെ അതേ പ്രൊസീജിയർ കോഡിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കണം. Can we infer that the mean lifetime of the 4 brand year equal using coding method എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈയിങ് ദ കോഡിംഗ് മെത്തേഡ് ലെറ്റ് us subtract 20 from each observation. എല്ലാ ഒബ്സർവേഷൻ നമ്മൾ 20 മൈനസ് ചെയ്യുക. സോ x1 equal to 0 minus 1 1, x2 5 3 1, x4 x3 4 0 2, x4 3 0 0 ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ എല്ലാത്തിൽ നിന്ന് 20 ഞാൻ കോമൺ ആയിട്ട് ഒഴിവാക്കിയപ്പോൾ അത് സ്മോൾ വാല്യൂസ് ആയിട്ട് മാറി. ഇതന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്ത അതേ പ്രൊസീജിയർ വെച്ച് എന്ത് കമ്പയർ ചെയ്യുക. സോ ഇവിടെ x1 0 minus 1 1 ആണ്, x1 സ്ക്വയർ ആണ് 0 1 1 വരും. x2 എന്ന് പറഞ്ഞാൽ 5 3 1 ആയിരുന്നു, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക x3, x4 അതിൻ്റെ ഒക്കെ സ്ക്വയർ കണ്ടുപിടിച്ചു. സോ x1ൻ്റെ സമ്മാണ് 0 വന്നു, x2ൻ്റെ സമ്മ് 9, x3ൻ്റെ സമ്മ് 6, x4ൻ്റെ സമ്മ് 3. സോ ടോട്ടൽ T ആണ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷൻ്റെ സമ്മാണ്. നമുക്ക് എന്ത് ചെയ്താൽ x1ൻ്റെ സമ്മ് പ്ലസ് x2ൻ്റെ സമ്മ് പ്ലസ് x3ൻ്റെ സമ്മ് പ്ലസ് x4ൻ്റെ സമ്മ് ചെയ്താൽ, അതായത് 0 + 5 + 4 + എല്ലാ സാധനങ്ങളും എല്ലാ ഒബ്സർവേഷൻസും സം ചെയ്യുക എന്ന് പറഞ്ഞാലും ഓരോന്നിൻ്റെ സം എടുക്കുന്നത് സെയിം തന്നെയാണ്. സോ ഇത് നമുക്ക് വി ഗെറ്റ് 18 കിട്ടും. ദെൻ കറക്ഷൻ ഫാക്ടർ T സ്ക്വയർ ബൈ n, അതായത് 18 സ്ക്വയർ ബൈ ടോട്ടൽ സാമ്പിൾസ് എത്ര 12 വരുന്നത്, ദാറ്റ്സ് ഈക്വൽ 27. ദെൻ SST കണ്ടുപിടിക്കുക, സം ഓഫ് സ്ക്വയർസ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ ചെയ്യുക, അതിനെ സം ചെയ്യുക, മൈനസ് കറക്ഷൻ ഫാക്ടർ T സ്ക്വയർ ബൈ n. ഈ കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുന്ന കാര്യം മറന്നു വരും. സോ 0 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 0 സ്ക്വയർ മൈനസ് 27, ദാറ്റ്സ് ഈക്വൽ ടു വി ഗെറ്റ് 39 വരും. ദെൻ SSC എന്ന് പറഞ്ഞാൽ ഓരോ കോളംസും സം ചെയ്യുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക ബൈ അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ n1 മൈനസ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുക, മൈനസ് കറക്ഷൻ ഡിവൈഡ് ചെയ്യുക, മൈനസ് കറക്ഷൻ ഫാക്ടർ കൊടുക്കുക. സോ 0 സ്ക്വയർ ബൈ 3 പ്ലസ് 9 സ്ക്വയർ ബൈ 9 പ്ലസ് 6 സ്ക്വയർ ബൈ 3 പ്ലസ് 3 സ്ക്വയർ ബൈ 3 നമ്മുടെ ടേബിളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ സ്ക്വയർ. ഓക്കെ, അതിനെ ഡിവൈഡ് ബൈ n1 n2 എക്സെട്ര, അതിൻ്റെ കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുക. സോ 42 മൈനസ് 27, ദാറ്റ്സ് ഈക്വൽ ടു 15 വരും. സോ SSTയും കിട്ടി, SSCയും കിട്ടി. സോ വി ഗെറ്റ് SSE ഈക്വൽ ടു SST മൈനസ് SSC ആണ്, ദാറ്റ് ഈസ് 39 മൈനസ് 15, ദാറ്റ്സ് ഈക്വൽ ടു 24 വരും. സോ MSC ഈക്വൽ ടു SSC ഡിവൈഡ് ബൈ C മൈനസ് 1 ആണ്. MSE ഈക്വൽ ടു SSC ഡിവൈഡ് ബൈ n മൈനസ് C ആണ്. സോ ഇവിടെ MSC ഈക്വൽ ടു 15/3 വരും, ദാറ്റ്സ് ഈക്വൽ ടു 5. MSE ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 12 മൈനസ് 4, ദാറ്റ്സ് ഈക്വൽ ടു 3 വരും. സോ F ratio F ഈക്വൽ ടു MSC ഡിവൈഡ് ബൈ MSE, ദാറ്റ്സ് ഈക്വൽ ടു 5/3, ദാറ്റ്സ് ഈക്വൽ ടു 1.67. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് F ratio എന്ന് പറഞ്ഞു. ഇതിന് കറസ്പോണ്ടിങ് ആയി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. സോ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ C-1 n-C ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക, ദാറ്റ് ഈസ് 38 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ F ratio ഫ്രം ദി ടേബിൾ 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ 4.07 വരും. 4.70 നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ, നമ്മുടെ ടേബിൾ വാല്യൂ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും വലുതാണ്, വിച്ച് മീൻസ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ്, വിച്ച് മീൻസ് ആക്സെപ്ഷൻ റീജിയനിലാണ് വരുന്നത്. സോ ആവറേജ് ലൈഫ് ടൈം ഓഫ് ദ ഡിഫറെൻറ്റ് ബാൻഡ്സ് ഓഫ് ബൾബ്സ് ആർ ഈക്വൽ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അവിടെ അക്സെപ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനോവ ടേബിൾ അത് എടുത്ത് ചെയ്താന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോഴ്സ് ഓഫ് വേരിയൻസ്, സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ്, മീൻ സ്ക്വയേഴ്സ്, വേരിയൻസ്, F ratio. Okay, between the sample, within the sample, SSC, degrees of freedom C-1, n-C, mean squares MSCയും MSEയും F ratio എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മൈനസ് ചെയ്യുന്ന സാധനം, ടോട്ടൽ SST അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 എന്നുള്ള കൺസെപ്റ്റ് ഈ ടേബിൾ മാറ്റി ചെയ്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
Okay, clear. Okay, next topic is two-way classification model. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? വൺ വേ ക്ലാസിഫിക്കേഷൻ. ഒറ്റ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സോ ഇവിടെ നമുക്ക് ടു ക്രൈറ്റീരിയസ് ഉണ്ടായിരിക്കും. വെൻ ടു ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് മൈറ്റ് ഹാവ് ആൻ എഫക്റ്റ് ഓൺ ദി റെസ്പോൺസ് വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ്, it is possible to design the test so that an analysis of variance can be used to test for the effect of two factors simultaneously. Such tests are called two-factor analysis of variance. Two factors നമ്മൾ simultaneously യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ two-way classification എന്ന് വിളിക്കും. With the two-factor analysis of variance, we can test two sets of hypotheses with the same data at the same time. Same data തന്നെ two set of hypotheses നമ്മൾ ടെസ്റ്റ് ചെയ്യണം. The procedure of ANOVA is somewhat different than the one followed while dealing with the problem of one-way classification. So ഇവിടെ നമുക്ക് സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, assume that the mean of all columns are equal. എല്ലാ കോളംസിൻ്റെയും മീൻ ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്യാം. Choosing that hypothesis, it's not alpha 1 equal to alpha 2 equal to etc. alpha c നമ്മൾ ചൂസ് ചെയ്യുക. എല്ലാ കോളത്തിൻ്റെയും മീൻ ഈക്വൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് ദ മീൻ ഓഫ് ഓൾ റോ ഈക്വൽ. എല്ലാ റോസിൻ്റെയും മീൻസും ഈക്വൽ നമ്മൾ അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ്സ് നോട്ട് ബീറ്റ 1 ഈക്വൽ ടു ബീറ്റ 2 ഈക്വൽ ടു ബീറ്റ നമ്മൾ അസ്യൂം ചെയ്യുക. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഹൈപ്പോത്തസിസ് നമ്മൾ എടുക്കണം. സെക്കൻഡ് വൺ, ഫൈൻ ടോട്ടലിറ്റി. എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുക. സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. കാൽക്കുലേറ്റ് SST. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ബൈ എൻ. നേരത്തെ പറഞ്ഞത് ഷോർട്ട് കട്ട് മെത്തേഡിൽ പറഞ്ഞ അതേ സാധനം തന്നെയാണ് SST എന്ന് പറഞ്ഞാൽ. SSR എന്ന് പറഞ്ഞാൽ റോസിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 പ്ലസ്. അങ്ങനെ ഓരോ റോകളുടെയും സമ്മ് കാണാൻ അതിൻ്റെ സ്ക്വയർ ചെയ്യുക, അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സമ്മേഷൻ x1 സ്ക്വയർ ബൈ N1 പ്ലസ് സമ്മേഷൻ x2 സ്ക്വയർ ബൈ N2 പ്ലസ് എക്സെട്ര മൈനസ് ടി സ്ക്വയർ ബൈ N. ഇവിടെ സമ്മേഷൻ x1 സമ്മേഷൻ x2 ഒക്കെ ഓരോ റോസിൻ്റെയും സമ്മാണ്. ടി സ്ക്വയർ ബൈ N എന്ന കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ദെൻ ഫൈൻഡ് SSC. ഒക്കെ ഓരോ കോളത്തിൻ്റെയും സമ്മാണ് ഇവിടെ ചെയ്യുന്നത്. സമ്മേഷൻ x1 സ്ക്വയർ ബൈ N1 പ്ലസ് സമ്മേഷൻ x2 സ്ക്വയർ ബൈ N2 പ്ലസ് എക്സെട്ര മൈനസ് ടി സ്ക്വയർ ബൈ N1. ഇവിടെ സമ്മേഷൻ x1 സമ്മേഷൻ x2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓരോ കോളത്തിൻ്റെയും ടോട്ടലാണ്. ദെൻ SSE എന്ന് പറഞ്ഞാൽ SST മൈനസ് SSE മൈനസ് SSR ആണ്. SSTയിൽ നിന്ന് SSEയും SSRും മൈനസ് ചെയ്യണം. അതാണ് SSE എന്ന് പറഞ്ഞാൽ. ഇവിടെ അലോങ് ടു കോളംസും അലോങ് ടു റോസും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കാരണം ടു വേ ക്ലാസിഫിക്കേഷൻ ആണ്. ടു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മളതിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ MSC ഉണ്ട്, MSR ഉണ്ട്, MSE ഉണ്ട്. ഇവിടെ MSC എന്ന് പറഞ്ഞാൽ കോളത്തിനനുസരിച്ചുള്ളതാണ്. MSR എന്ന് പറഞ്ഞാൽ റോക്ക് അനുസരിച്ചുള്ള. സോ MSC ഈക്വൾ ടു SSC ഡിവൈഡ് ബൈ N-1. MSR ഈക്വൾ ടു SSR ഡിവൈഡ് ബൈ R-1. ഇവിടെ N-1 പറഞ്ഞാൽ അറിയാവുന്നതാണ്. നമ്പർ ഓഫ് കോളംസ് ആണ് എന്ത്? C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. സോ MSC ഈക്വൾ ടു SSC ഡിവൈഡഡ് ബൈ ഇവിടെ N-1 അല്ല C-1 ആണ്. കോളംസ് ആയതുകൊണ്ട് ഇവിടെ മാറ്റുക C-1. ഇവിടെ R-1 ആണ്. MSE ഈക്വൾ ടു എന്ത് വരും? SSC ഡിവൈഡ് ബൈ C-1 ഇൻറ്റു R-1 വരും. വേർ C ഇസ് ദി നമ്പർ ഓഫ് കോളംസ്, R ഇസ് ദി നമ്പർ ഓഫ് റോസ്. ഇവിടെ C-1. ഓക്കെ, ഇവിടെ C ആണ്. ഓക്കെ, സോ FC പറഞ്ഞാൽ കോളത്തിനനുസരിച്ചുള്ള റേഷ്യോ, FR പറഞ്ഞാൽ റോസിനനുസരിച്ചുള്ള റേഷ്യോ. MSC ഡിവൈഡ് ബൈ MSE ആണ്. FR എന്ന് പറഞ്ഞാൽ MSR ഡിവൈഡ് ബൈ MSC ആണ്. സോ ഡിറ്റർമിൻ ദി ടേബിൾ വാല്യൂ ഓഫ് F. സോ റോക്ക് കറസ്പോണ്ടിങ് ആയിട്ടും കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഷ്യോ നമ്മുടെ ടേബിൾ വാല്യൂ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. ഡിറ്റർമിൻ ദി ടേബിൾ വാല്യൂ ഓഫ് F. ഇഫ് FC ലെസ് ദാൻ ടേബിൾ വാല്യൂ H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് alpha 1 ലെസ് ഈക്വൽ ടു alpha 2 ഈക്വൽ ടു എക്സെട്ര alpha c നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. FR ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ് നമ്മൾ H0 ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് റോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. beta 1 equal to beta 2 etc. beta r. We can make ANOVA table that contains all the details, sum of squares, degrees of freedoms, mean squares and variance ratio. നമ്മൾക്ക് അതിനെ ടേബിളിലേക്ക് മാറ്റാനും. ദ ANOVA table for two-way classification. Source of variance ബിറ്റ്വീൻ കോളംസും ബിറ്റ്വീൻ റോസും അതിൻ്റെ റെസിഡ്യുവലും വേണം. സം ഓഫ് സ്ക്വയേഴ്സ് SSC ഉണ്ട്, SSR ഉണ്ട്, SSE ഉണ്ട്. SSC പറഞ്ഞാൽ കോളത്തിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ്, റോസിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് SSR. SSE ആണ് റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയേഴ്സ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കോളത്തിൻ്റെത് C-1 വരും, റോസിൻ്റെത് R-1 വരും.
മറ്റേത് SSE കറസ്പോണ്ടിങ് റെസിഡ്യൂവലിന് C-1 ഇൻറ്റു R-1 ടോട്ടൽ SST ആണ് സം ഓഫ് സ്ക്വയേഴ്സ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1 ആണ്. സോ മീൻ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളംസ് MSE ആണ്, ബിറ്റ്വീൻ റോസ് MSR ആണ്, റെസിഡ്യൂവൽ പറഞ്ഞാൽ MSE വരും. സോ റേഷ്യോ നമുക്ക് 2 റേഷ്യോ ഉണ്ട്. ഒന്ന് FC ഉണ്ടാവും, ഇപ്പോൾ FR ബിറ്റ്വീൻ കോളംസിനുണ്ട് ബിറ്റ്വീൻ റോസ് ഉണ്ട്. FC is equal to MSE ഡിവൈഡ് ബൈ MSE ആണ്. FR equal to MSR ഡിവൈഡ് ബൈ MSE ആണ്. ഈ രണ്ട് സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ വാല്യൂറ്റ് കമ്പയർ ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. The following represent the number of units of production per day turned out by 4 different workers unit 5 different types of machine. 5 different machine for productions നമ്മൾ ഇവിടെ എടുത്തു. മെഷീൻസ് ടൈപ്പ് ABCDF, വർക്കേഴ്സ് 1 2 3 4. സോ കറസ്പോണ്ടിങ് ആയി തന്നിട്ടുള്ളത് 4 5 3 7 6 6 8 6 5 4 7 6 7 8 8 3 5 4 8 2. സോ ഓരോ വർക്കേഴ്സിന് ടോട്ടൽ വർക്കേഴ്സ് 1ൻ്റെ മെഷീൻ ടൈപ്പ് ABCD എടുത്താൽ F എടുത്താൽ 25, വർക്കർ 2 29, വർക്കർ 3 36, വർക്കർ 4 22. അതുപോലെ മെഷീൻ A, മെഷീൻ B, മെഷീൻ C, മെഷീൻ D, മെഷീൻ F എടുത്താൽ 20 24 20 28 20 ആണ് ടോട്ടൽ വരും. സോ ആൾ ടോട്ടൽ 112, ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ T ആണ് 112. On the basis of this information can be concluded that the mean productivity is same for different machine corresponding mean productivity same ആണെന്നത് നമ്മുടെ ഓരോ കോളംസ്. The mean productivity of different with respect to different workers അത് ഓരോ റോസ് നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് മെഷീനാണ് ഓരോ കോളംസ്, ഡിഫറെൻറ്റ് റോസ് ആണ് വർക്കേഴ്സ് ആണ് നമ്മുടെ റോസ് ആണ് വരിക. Okay, let us take the hypothesis the mean productivity is same for different machine item choose series H0 alpha 1 equal to alpha 2 equal to alpha 3 equal to alpha 4 equal to alpha 5 എടുക്കുക. Second hypothesis the mean productivity is different with respect to different workers, that is H0 to beta 1 equal to beta 2 equal to beta 3 equal to beta 4 ആയിട്ട് ചൂസ് ചെയ്യാം. ദെൻ ആദ്യം നമ്മൾ T കണ്ടുപിടിക്കണം. T നമ്മളിവിടെ ടാബിൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. T equal to 112 ആണ്. സോ കറക്ഷൻ ഫാക്ടർ T square by N equal to 112 square by 20, that's equal to 627.2 വരും. സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ മെഷീൻസിന് ബിറ്റ്വീൻ നമ്മൾ ആ കോളംസ് എടുത്താൽ അതിൻ്റെ സം അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ SSE equal 20 square by 4 plus 24 square by 4 plus 20 square by 4 plus 28 square by 4 plus 20 square by 4 minus correction factor 627.2, that's equal to 12.8 വരും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C-1 ആണ്, that's equal to 5 minus 1, that's equal to 4. സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ വർക്കേഴ്സ് എത്ര, SSR equal to 25 സ്ക്വയർ ഓരോ റോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 25 സ്ക്വയർ ബൈ 5 പ്ലസ് 29 സ്ക്വയർ ബൈ 5 പ്ലസ് 36 സ്ക്വയർ ബൈ 5 പ്ലസ് 22 സ്ക്വയർ ബൈ 5 മൈനസ് കറക്ഷൻ ഫാക്ടർ 627.2, ദാറ്റ്സ് ഈക്വൽ 22. ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R-1 4 minus 1, ദാറ്റ്സ് ഈക്വൽ 3. ദെൻ SST സം ഓഫ് സ്ക്വയർ ഫോർ ഓൾ ഒബ്സർവേഷൻ മൈനസ് T സ്ക്വയർ ബൈ 1, ഓരോ എല്ലാത്തിൻ്റെയും സ്കോർ ചെയ്യുക, അതിന് സമ്മയായിരുന്നു T സ്ക്വയർ ബൈ N മൈനസ് A, ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് എക്സെട്രാ സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 627.2, that's equal to 64.8. Then SSE equal to SST minus SSC minus SSR, that's equal to 64.8 minus 12.8 minus 22, that's equal to 30. And degrees of freedom C-1 into R-1, that's equal to 4 into 3, that's equal to 12 വരും. സോ നമ്മളെല്ലാത്തിനും ടേബിളിലേക്ക് മാറ്റിയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദ സോഴ്സ് ഓഫ് വേരിയൻസ് ബിറ്റ്വീൻ കോളംസ് ബിറ്റ്വീൻ റോസ് ആൻഡ് റെസിഡ്യുവൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് C equal to 12.8, SSR equal to 32.8, residual SSE equal to 30.0, total ആണ് 64.8 വരും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കോളത്തിന് 4 വരും, ഇവിടെ 3 വരും, ഇത് റെസിഡ്യുവൽ 12 വരും. സോ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 19 വരും. മീൻ സ്ക്വയേഴ്സ് MS C equal to 12.8 by 4 വരും, അതായത് ഇതേ ഡിവൈഡ് ബൈ ഇത്. സോ 20 ബിറ്റ്വീൻ റോസ് MS R equal to 32.0 by 3, that's equal to 7.33 വരും. റെസിഡ്യുവൽ MSE by ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദാറ്റ് ഈസ് 30.0 by 12, that's equal to 2.50. MSE കണ്ടുപിടിച്ചു, MSR കണ്ടുപിടിച്ചു, MSC കണ്ടുപിടിച്ചു. ദെൻ റേഷ്യോ വേരിയൻസ് അത് F റേഷ്യോ equal to FC equal to 3.2 by 2.5, that's equal to 1.28 വരും. FR equal to 7.33 divided by 2.5, that's equal to 2.93. ഇതേ ഡിവൈഡ് ബൈ ഇത്, ഇതേ ഡിവൈഡ് ബൈ ഇത്. ഓക്കെ, സോ FCയും FRും കണ്ടുപിടിച്ചു. നമ്മുടെ ടാബിൾ വാല്യൂ F ടാബിൾ വാല്യൂറ്റ് കമ്പയർ ചെയ്യണം. സോ ഫോർ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം for 12, F
പോയിൻറ്റ് ആൽഫ 5% അടുത്ത്. സോ എഫ് 0.05 ഈക്വൾ 3.26 ആണ്. സോ ഇത് 1.28 ആണ്, ഇത് 2.93. രണ്ടും എന്താണ് ലെസ് ദാൻ 3.26 ആണ്. സോ എഫ് സി ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ, സോ അവർ ഹൈപ്പോത്തസിസ് ട്രൂ. അപ്പോൾ തന്നെ എഫ് ആറും ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ ആണ്. സോ അത് നമ്മുടെ calculated value, the calculated value f is less than the table value, our hypothesis true. Hence there is no significant difference in the mean productivity in different workers. അതുപോലെ there is no significant difference in mean productivity of 5 machine തമ്മിലൊരു ഡിഫറൻസും ഇല്ല നമുക്ക് പറയാൻ പറ്റും. സോ അനോവ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അനോവ മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. 1 way ക്ലാസിഫിക്കേഷൻ, 2 way ക്ലാസിഫിക്കേഷൻ, അതിൽ ആ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോഡിംഗ് മെത്തേഡ് എപ്പം യൂസ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് നോക്കുക. 1 way ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും 2 way ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ ടേബിൾ വരയ്ക്കുക എന്നുള്ളത് അതിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഓക്കെ.